പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ. ഈ സർവകലാശാലകൾ ആരുടെയാണ്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സർവകലാശാലകൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല. അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ എസ്എഫ്ഐക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുന്നതിന് ഒരു സംശയം വന്നത്. കള്ളത്തരം കാണിക്കുന്നവരും കൊള്ളക്കാരുമാണ് കേരളത്തിൽ പേടിക്കുന്നത്. അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും അല്ലെ? ഗവർണർക്ക് വിസിക്ക് പേടിക്കേണ്ടി വരുന്നു. ആ പേടി നല്ല കള്ളത്തരം കാണിക്കുന്ന വിസിക്ക് ഒരല്പം പേടിയൊക്കെ നല്ലത്. ആരെങ്കിലും പേടി വേണോ? ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഖംമൂടി അണിച്ചാണല്ലോ നടക്കാം. മുഖംമൂടി ഊരുമ്പോ കരയും. നിങ്ങളെ കാണുമ്പോ നല്ല ധീരത്തിലാണ്. നിങ്ങളോട് മാറിയിട്ട് പറയുന്നുണ്ടാ, അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ. എസ്എഫ്ഐക്കാരെ ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്ന പറയുന്നത്. ഞങ്ങൾ ആരും ഇവരെ പൊക്കിയെടുത്തൊന്നും പോകാൻ പോകുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഈ വിസി ഒന്നും പൊക്കിയെടുത്തു പോകുമ്പോൾ പക്ഷേ ഞങ്ങൾ ജനാധിപത്യ സമരം ചെയ്യും. അവര് പോലീസിന് നല്ലതാണോ ഇപ്പൊ കേരളത്തിലൊക്കെ നടക്കുന്നത്? വിസി ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുമ്പോ പോലീസിനെ വിളിക്കും. പോലീസെ ഒന്ന് കാത്തോളനെ, എസ്എഫ്ഐക്കാർ അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ അവരെ ഒന്നും ആക്രമിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ ജനാധിപത്യപരമായ സമരത്തിന്റെ ചൂട് അവരറിയും. അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അറിയും. ഒരു സംശയം. ഞങ്ങൾ അതിശക്തമായ സമരം നടത്തും. അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. ഇന്ന് സമരം നിങ്ങൾ കണ്ടതല്ലേ? അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവോരങ്ങൾക്കകത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർക്കത്തിന് ഉയർന്നത്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിൽ അണിനിരക്കണം. നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിലെ പൊതുവിപ്ലവ പ്രസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ വേദിയിലേക്ക് വന്നു. ഇതാണ് കേരളത്തിന്റെ മനസ്സ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുകയാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുക. കാരണം അവരുടെ ജീവിത പ്രശ്നം കൂടിയാണ്, വിദ്യാഭ്യാസ പ്രശ്നമാണ്. അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പുറംവാതിലുകളിലൂടെ നിയമനം നടത്താൻ സംഘികളായ ഗവർണർമാരെ കേരളത്തിനകത്ത് കൊണ്ടിരുത്തുന്നത്. എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 9 വർഷക്കാലം മുന്നോട്ട് പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി നാക് അക്രഡിറ്റേഷൻ 9ാമത് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. MG യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. ക്യുസാറ്റ് മുന്നിൽ വന്നു. ഇങ്ങനെ കേരളത്തിന്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന RSSന്റെ ഉദ്ദേശമാണ്. 4-5 വിസിമാർ സംഘപരിവാരകാരായവർ അവർ കയറിയിരുന്ന് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ തോന്നിവാസം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. KUHSന്റെ വിസിയാണ് താൽക്കാലിക വിസിയായി ഈ കേരളത്തെ കൊണ്ട് നിയമിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലികക്കാരിയെ വെക്കുന്നത്? ഒരു ചരിത്രത്തിനിടമില്ലാത്ത നിലയിൽ താൽക്കാലികക്കാരനായ ഒരു വിസിക്ക് താൽക്കാലികക്കാരിയായ ഒരു വിസിയെ കൊടുത്തിരിക്കുകയാണ്. ചക്കിക്കൊത്ത ചങ്കരിയാണ് RSSകാർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് വേണ്ടി സമരമുയർത്തുന്ന SFIക്കാരെ കൈകാര്യം ചെയ്തു. ഇങ്ങനെ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് വിസിയും വിസിയുടെ രാജാവെന്ന് വിസി കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട വിസിമാരെ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കാം. ഇത് കേരളമാണ്.